നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. നമ്മുടെ കയ്യിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ, പ്രത്യേകിച്ച് പേനയോ പെൻസിലോ സ്കെയിലോ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സൂക്ഷിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ട്രേ പരിചയപ്പെടുത്താനാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. ന്യൂസ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്രേ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് വളരെ സിമ്പിളും അതുപോലെ തന്നെ വളരെ ഭംഗിയുള്ളതുമായ ഈ ഒരു ട്രേ തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ കാണാം. ട്രേ തയ്യാറാക്കാൻ ന്യൂസ് പേപ്പർ, കത്രിക, പെയിൻറ്, പശ, ബ്രഷ്, സ്കെയില്, മുത്തുകൾ എന്നിവയാണ് വേണ്ടത്. ഇനി ഇത് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ന്യൂസ് പേപ്പർ ഷീറ്റ് 4ആയിട്ട് മുറിച്ചതിന് ശേഷം അതിലൊരു ഭാഗം എടുത്ത് ഇതുപോലെ ഒരു കോണിൽ നിന്ന് അടുത്ത കോണിലേക്ക് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അറ്റത്ത് നമുക്ക് പശ തേച്ച് കൊടുത്ത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ നമ്മളൊരു റോള് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റോളിൻ്റെ അറ്റത്ത് ഒരു സ്കെയിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിൽ 10 സെൻറ്റിമീറ്റർ അളന്ന് അത് മുറിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ 3 എണ്ണം അതുപോലെ ഒരു റോളിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് കുറച്ചധികം വേണം, ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരു 7 റോളുകൾ എടുത്ത് ഇതുപോലെ പശ തേച്ച് കൊടുത്തതിന് ശേഷം ഓരോന്നായിട്ട് പരസ്പരം ഒട്ടിച്ചു കൊടുക്കണം. 7 എണ്ണം ഇവിടെ ഒരുമിച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ ഇത് ഒട്ടിച്ചു കഴിഞ്ഞു. നമുക്ക് ഇതുപോലെ തന്നെ 10 റോളുകൾ ഒരുമിച്ച് ഒട്ടിച്ചത് വേണം. ഒരു 4 എണ്ണമാണ് അത്തരത്തിൽ വേണ്ടത്. അതുപോലെ തന്നെ 7 എണ്ണം ഉള്ളത് ഒരു 4 എണ്ണം വേണം. ഇനി ഇത് ഇതുപോലെ പരസ്പരം ഒട്ടിച്ചെടുക്കണം. ബോക്സ് ആയിട്ടാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അതിനായിട്ട് 10 എണ്ണം അടങ്ങുന്നതിൻ്റെ സൈഡിൽ ഇതുപോലെ പശ തേച്ച് കൊടുത്ത് അതിന് സൈഡിലായിട്ട് 7 എണ്ണം അടങ്ങുന്ന റോളുകൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 2 സൈഡിലും ഇതുപോലെ 7 എണ്ണം അടങ്ങുന്ന റോളുകളാണ് ഒട്ടിക്കുന്നത്. ഇനി വീണ്ടും നമുക്ക് 10 എണ്ണം അടങ്ങുന്ന റോളുകൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് ചെറിയൊരു ബോക്സ് കിട്ടും. ഇതുപോലെ 2 ബോക്സുകൾ തയ്യാറാക്കി എടുക്കണം. അതിന് നടുക്കായിട്ട് 7 എണ്ണം അടങ്ങുന്ന ഒരു റോളുകളും വെച്ച് കൊടുക്കാം. പുറകിലായിട്ട് ഇതുപോലെ കുറച്ച് വലുതായിട്ട് തയ്യാറാക്കിയ റോളുകളും വെച്ച് കൊടുക്കാം. ഇത് പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് താഴെയായിട്ട് ഒരു കാർഡ്ബോർഡ് പേപ്പർ വെക്കണം. ഇതുപോലെ കറുത്ത നിറത്തിലുള്ള ഒരു കാർഡ്ബോർഡ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിന്റ് അടിച്ചെടുത്താലും മതി. ഇത് ഞാൻ താഴെ വെച്ചതിന് ശേഷം പേന വെച്ച് കറക്റ്റായിട്ട് അളന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിന്റ് ചെയ്യണം. ഒരു കറുത്ത നിറത്തിലുള്ള പെയിന്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് കളർ ചെയ്ത് കൊടുക്കാം. മുഴുവൻ ഭാഗവും ബ്ലാക്ക് വെച്ചിട്ടാണ് കളർ ചെയ്യുന്നത്. ഇവിടെ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കളർ പേപ്പറാണ്. ഇവിടെ ഓറഞ്ച് നിറത്തിലുള്ള ഒരു കളർ പേപ്പർ എടുത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. നമുക്കിത് സമചതുരമാക്കണം. അതിനായിട്ട് ഇതുപോലെ ത്രികോണാകൃതിയിൽ ഒരു കോണിൽ നിന്ന് അടുത്ത കോണിലേക്ക് മടക്കുക. എക്സ്ട്രാ വരുന്ന ഭാഗങ്ങൾ ഇതുപോലെ കത്രിക ഉപയോഗിച്ച് മുറിച്ചു മാറ്റാം. അപ്പോൾ ഇതൊരു സമചതുരമായിട്ടുള്ള ഒരു പേപ്പറാണ്. ഇത് നമുക്ക് 2ആയിട്ട് മടക്കി ഇതുപോലെ ത്രികോണമാക്കി എടുക്കാം. അതിനുശേഷം ഇതിൻ്റെ തുറന്നിരിക്കുന്ന ഭാഗം വീണ്ടും ത്രികോണമായി മടക്കി കൊടുക്കാം. 2 സൈഡും മടക്കിയെടുക്കണം. അതിനുശേഷം ഇത് ഒരു പൂവിൻ്റെ ഇതളിൻ്റെ ആകൃതിയിൽ കത്രിക വെച്ച് വെട്ടിയെടുക്കാം. അങ്ങനെ വെട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പൂവിൻ്റെ ആകൃതിയിൽ കിട്ടും. ഇനി നമുക്ക് ഇതിൽ ഒരു ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് പേന വെച്ച് ഇതിൻ്റെ നടുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു കത്രിക എടുത്ത് ഇതിൻ്റെ നടുക്ക് ഭാഗം കുറച്ച് അകത്തേക്ക് മുറിക്കുക. ഇനി ഒരു ഇതളിൻ്റെ ഒരു 75% ഭാഗവും ഇതുപോലെ മുറിച്ചു മാറ്റണം. എന്നിട്ട് ആ അറ്റത്തായിട്ട് നമുക്ക് അല്പം പശ തേച്ച് കൊടുക്കാം. ഇനി ഇത് ഒരുമിച്ച് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു പൂവ് പോലെ കിട്ടിയിട്ടുണ്ട്. നടുക്കായിട്ടൊരു മുത്തും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പൂവ് നമുക്ക് പശ തേച്ചതിന് ശേഷം നമ്മുടെ ട്രേയിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. 2 സൈഡിലും ഇതുപോലെ പൂവ് ഉണ്ടാക്കി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ട്രേ ഇവിടെ വളരെ സിമ്പിളായിട്ട് തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമുള്ള സാധനങ്ങൾ ഇതിലിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഇതുപോലെ പേനയും പെൻസിലും ഒക്കെ ഇട്ട് സൂക്ഷിക്കാം. ഒരു സ്റ്റഡി ടേബിളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ന്യൂസ് പേപ്പർ, പശ, പെയിൻറ്, കളർ പേപ്പർ, സ്റ്റോൺ എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ് കൊടുത്തോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തോ ഇത് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ വെക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ മേശയിൽ എന്തെങ്കിലും ആവശ്യത്തിന് ഇട്ട് വെക്കാനോ ഒക്കെ സാധിക്കും.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.